എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട വഴി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 3 വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോഴ്സ് കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാരണം നിങ്ങൾ ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിങ്ങൾ എവിടെയാണോ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ലഭിച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിലെ അലോട്ട്മെൻറ്റ് ഈ ഒരു 21-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുണ്ട്. സ്പോർട്സ് കോട്ടയുടേത് നാളെ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.